സലീം തന്നെ ഒരു ഘട്ടത്തിൽ പറയുന്നുണ്ടായിരുന്നു, ഞാൻ ഇവൾക്ക് ചിറക് നൽകി പറക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഇവളുടെ ചിറകിലേറിയാണ് ഞാൻ പറക്കുന്നതെന്ന് സലീം പറയുമ്പോൾ നമുക്ക് ആ ഒരു പരസ്പരമുള്ള ഡിപ്പെൻഡൻസ് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. തീർച്ചയായിട്ടും. അന്നൊരു അറബി സോങ് പാടിയത് ഓർമ്മയുണ്ടോ? അത് ഭയങ്കര ഹിറ്റായിരുന്നു ആ സമയത്ത്. അത് ഓർമ്മയുണ്ടോ? ആ, അത് പാടിയാലോ നമുക്ക്? അത് റീകളക്ട് ചെയ്യാം. അന്ന് ഭയങ്കര വൈറലായിരുന്നു അത്. ഒന്ന് പാടിക്കാം. आने जाने दी पसूरी नो जहर बने हाथ तेरे ते जावा में पूरी नो आना सही नहीं आया दिल बांग बांग में टकराया काका पोल के सजदावे वावा क्यों दी चोरी नो बाबा च तेनू ने का कोई मैं सुना रोके. രസമാണല്ലോ പാട്ട്. ഇപ്പൊ ഉമ്മയെ കുറിച്ചിട്ടൊരു പുതിയ പാട്ട് അവള് പാടിയിട്ടുണ്ട്. ഇപ്പൊ ഈ പെരുന്നാളിന് റിലീസാണ്. അതിന്റെ ഒരു 4 പേര് പാടി. അപ്പൊ ഇനി മൊത്തം പാട്ട് മോള് പാടുന്നു. താരാട്ട് പാട്ടിൻ്റെ ഈണം പകർന്ന് താലോല മൂടന് മാറോട് ചേർത്ത് അണിയുന്ന മനമാണനുമ്മ എന്നെ നിറയുന്ന സുഖമാണനുമ്മ പുലരും തൊട്ടിരുവോളം റബ്ബോടെനിക്കായി ദുവ ചെയ്തിരിപ്പാണനുമ്മ. ഇത് വാപ്പയോടുള്ള സ്നേഹം അമിതമാണെന്ന് എല്ലാവരും പറയുന്നതുകൊണ്ട് ഉമ്മയ്ക്കൊന്നും തോന്നാതിരിക്കാൻ പാടിയിട്ട് ഇവിടെ വന്നിട്ട് കേൾക്കുമ്പോ മൂപ്പരാള് പറഞ്ഞു, അതെ റിയൽ ലൈഫിൽ ഇങ്ങനെ ഒന്നല്ല, പിന്നെ ഞാൻ ഇതൊരു പാട്ടല്ലേ തൽക്കാലം ആശ്വസിക്കാനിരുന്നു. അതെ. അപ്പൊ ഉപ്പാനെ കുറിച്ച് വേറെ വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലെ? ഉപ്പാനെ കുറിച്ച് എഴുതാൻ പോകുന്നതേ ഉള്ളൂ. വേറെ വരും. ഈ വാപ്പ ഉമ്മയെ കുറിച്ച് എഴുതിയ പാട്ടിന് അവസാനം കുറെ വർഷങ്ങൾക്ക് ശേഷം പരാതി പറഞ്ഞു, ഞാൻ കെട്ടിയ പെണ്ണിന് ഇത്തിരി ചന്തം കുറവാണ് എന്നാണല്ലോ. പക്ഷെ അതിന്റെ എല്ലാ ആ ഒരു പ്രശ്നങ്ങളെ തീർത്തിട്ട് ഞാൻ ഈ വർഷത്തെ വെഡിങ് ആനിവേഴ്സറിക്ക് വെറുതെ പല്ലവി അനുപല്ലവി മാത്രം ഞാൻ പോസ്റ്റ് ചെയ്ത് പാടിയിട്ട്. പക്ഷെ അതാരും കേട്ടില്ല. അതെന്തായിരുന്നു? അത് ഞാൻ അതിൽ ആദ്യം പറഞ്ഞത് ഞാൻ കെട്ടിയ പെണ്ണിന് ചന്തം കുറവാണ്, ബാക്കിയുള്ള വരികളാണല്ലോ. അപ്പൊ അതിന് പകരം ഞാൻ പത്തര മാറ്റിൻ മാനമുള്ളോള് 14 രാവിന്റെ ചേലുള്ളോള് ഞാലിയലിക്കത്തിട്ട് നാണം കുണുങ്ങിയിട്ട് നാദനൻ വാരിയല് ചേർത്തുള്ളോള് അവൾ എന്നെക്കാളേറെ കാണാൻ മഞ്ജുളോള്. പല്ലവിയിൽ അങ്ങനെ എഴുതി. അനുപല്ലവിയില് തെളിവില്ലാതാ മുഖം ഞാൻ കാണാറില്ല, എന്നാൽ അതപില്ലാതാ മുഖത്ത് ചിരി കാണില്ല. അരിശത്താലൊരു നോട്ടം ഞാൻ കണ്ടിട്ടില്ല, എന്നാൽ പിരിശത്തിന് പിശുക്കൊട്ടും കാട്ടാറില്ല. പരിനീതി മറക്കാത്തോള് പരിഭാവം പറയാത്തോള് വല്ലാത്ത റാഹത്തുള്ള പെണ്ണൊരുത്തി. ഉമ്മാന്റെ ഇഷ്ടക്കാരി തമ്മിൽ അവർ കൂട്ടുകാരി വല്ല 10 പൊരുത്തമുള്ള പെണ്ണൊരുത്തി. അവൾ എന്നെക്കാളേറെ പാവം പെണ്ണൊരുത്തി. ഈ മറ്റേ പാട്ടിന് പരാതി പറഞ്ഞില്ലേ കുറെ നാള്? അത് കുറെ നാൾക്ക് ശേഷം പറഞ്ഞത്. അതെന്താ വെച്ചാൽ അത് ഇറങ്ങിയ സമയത്ത് കുറച്ച് വിഷമം ഉണ്ടായിരുന്നു. ഈ വല്ല ഫംഗ്ഷനൊക്കെ പോയാൽ ഇതല്ല ഞാൻ കെട്ടിയ പെണ്ണ് ചന്തല്ല എന്ന് പറഞ്ഞ പെണ്ണെന്നൊക്കെ. അന്ന് ഞാൻ പിന്നെ അതിങ്ങനെ മനസ്സിൽ വെച്ചതാ. ഞാൻ പറഞ്ഞു കേളി അത് ആ വരി കുറേ മാറ്റാൻ നോക്കിയല്ലേ. അങ്ങനെ ലാസ്റ്റ് ഞാൻ പറഞ്ഞു ബാക്കിയുള്ള എല്ലാവരും അടിപൊളി. ഒരു ഭാര്യയെ കുറിച്ച് ഇങ്ങനെ ഭർത്താവ് പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്നോട് ആദ്യം ഒരാളെ തെറി വിളിച്ചിട്ട് നിങ്ങൾ പിന്നെ കുറെ പൊക്കി പറഞ്ഞിട്ട് വലിയ കാര്യം. അതുപോലെ സത്യത്തിൽ അത് ഇപ്പൊ അടുത്ത കാലത്തിട്ട് വൈഫ് പറഞ്ഞു. പക്ഷേ സലീം കൊടത്തൂരിന് എവിടെ പോയാലും സ്റ്റേജുകളിൽ ആ പാട്ട് പാടാതെ വിടില്ല. അതെ അതെ, അതുകൊണ്ട് തന്നെ ഞാനും വിടില്ല. അത് ഞാന് പുതിയ ഏതെങ്കിലും പാട്ടുകളൊക്കെ പാടാൻ നോക്കും. എന്റേതല്ലാത്ത പാട്ടുകളൊക്കെ. ഇപ്പോഴത്തെ ഒരു സ്റ്റൈല് മാറിയല്ലോ പാട്ടിന്. അപ്പോൾ പറയാതെ ഞങ്ങൾ ഇത് കേൾക്കാനല്ലേ വിളിച്ചില്ല, അത് ഞാൻ കിട്ടിയപ്പെട്ട് പാടിയിട്ട് പോയാൽ മതി. പ്രത്യേകിച്ച് ലേഡീസ് ഓഡിയൻസിനൊക്കെ ഒരു ഇഷ്ടമുള്ള പാട്ടത്. ഞാനെത്തും മണിയറയിൽ നേരത്തെ അവളെത്തും
കവിളത്തൊരു മണിമുത്തം നൽകിക്കൊണ്ടവളെത്തും. ഞാനൊന്നു പിണങ്ങും നേരം കരയുന്നൊരു മോളാണ്. ഞാനൊന്നു ചിരിച്ചാലവളിൽ പെരുന്നാളിൻ പൊലിവാണ്. ഒരു നേരം പിരിയുമ്പോഴും എൻ്റെ മനസ്സിൽ സങ്കടമാ. സ്നേഹത്താൽ എന്നെ ഉറക്കും എൻ്റെ നിലാവിലെ സുന്ദരിയ. ഞാൻ കെട്ടിയ പെണ്ണിത്തിരി ചന്തം കുറവാണേ, എന്നാലും അവളിന്നെൻ്റെ സുന്ദരിയാണ്. ഈ വരികൾ കേൾക്കുമ്പോൾ ശരിക്കും ചന്തം കുറവാണെന്നൊന്നും നമ്മൾ സങ്കല്പിച്ചിട്ടില്ല. ഇല്ലല്ല, ചന്തമുള്ള ഒത്തിരി കുറവാണ്. അല്ലല്ല, അങ്ങനെയല്ല. അങ്ങനെ ഞാനൊരിക്കലും അങ്ങനെ സങ്കല്പിച്ചിട്ടില്ല. അത് നാട്ടുകാര് ഒരുപക്ഷെ അങ്ങനെ കരുതിയേക്കാം എന്നുള്ള അർത്ഥത്തിലാണ് ഞാൻ കണ്ടത്. അല്ല, അതെന്താ പറയുക, എന്നോട് കുറെ ആള് പറയാറുണ്ടേ, എനിക്ക് കുറെ കാലമായിട്ട് പറയണത് ആഗ്രഹം ഉണ്ടായ കാര്യമല്ല ഈ പാട്ടിലൂടെ പറഞ്ഞത്. അപ്പൊ ഞാൻ എന്നിട്ട് എല്ലായിടത്തും പറയാം, പല ഭർത്താക്കന്മാർക്കും പറയാൻ ആഗ്രഹിച്ച കാര്യം ഞാൻ പാട്ടിലൂടെ പറയും. ചില സ്ഥലത്ത് കല്യാണ വേദികളിൽ കൂടുതലായിട്ട് കാണാറ് ഞാൻ കിട്ടി ഇവിടുന്ന് പാടിട്ടാണ്. അപ്പൊ അത് മൂപ്പരാളെ വൈഫിലെ പുള്ളിക്കാലാവും. മനസ്സിലായ അങ്ങനെ കുറെ. അപ്പൊ ഞാൻ അവിടെ അന്വേഷിച്ചു, മൂപ്പരാൾക്ക് എന്തോ പറയാനുണ്ട്, അതുകൊണ്ടാണ് ഈ പാട്ട് ഇത് പാടില്ലെങ്കിൽ എന്നെ ഇവിടുന്ന് പോവില്ല, അതൊക്കെ ബീച്ചിൽ കൊടുത്തു ചിലയിടത്തത്. അപ്പൊ അതൊരു രസമായിട്ട് എടുക്കുന്നു. പക്ഷെ ആ ഒരു പാട്ട് ഇങ്ങനെ ഒരു ഹിറ്റിലേക്ക് എത്തുന്നൊന്നും പ്രതീക്ഷയില്ല. ഞാനൊരു വിവാദം ആ സമയത്ത് ആവുന്നു ഇതുണ്ടായിരുന്നു, കാരണം ഒരാൾ ഭാര്യയെ കുറിച്ച് പറയാലോ. പക്ഷെ അത് ഇപ്പൊ ഇത്ര വർഷക്കാലമായിട്ടും ആ പാട്ട് എന്നെ ഇപ്പൊ എത്ര നാള് എന്നുള്ള പാട്ടിൽ കഴിഞ്ഞാൽ എന്നെ അറിഞ്ഞിരുന്ന പാട്ടൊരു ഞാൻ കെട്ടിയ പെണ്ണ് പാടിയത്. അപ്പോൾ എത്ര നാള് സത്യത്തിൽ ഈ സുലൈഖ മനസ്സിൽ വന്നതിന്റെ ശേഷമാണ് കൂടുതൽ ആളുകൾ അറിഞ്ഞത്. പക്ഷെ അല്ലാത്ത എല്ലാ ആളുകളും കേട്ടൊരു പാട്ട് എന്ന് പറയാൻ പറ്റിയ എൻ്റെ ഞാൻ കെട്ടിയ പെണ്ണായിരുന്നു. പോകുന്നിടത്തൊക്കെ പാടിപ്പിക്കുന്ന പാട്ടുകളും അത് തന്നെയായിരുന്നു. അത് എനിക്കിപ്പോഴും ഇല്ലാത്ത അത്ഭുതമാണ് ആ പാട്ട്. ഉപ്പയ്ക്ക് പഴയ ഗ്ലാമർ ഒന്നും ഇല്ലല്ലേ? ഉണ്ടോ? കുറച്ച് കുറഞ്ഞിട്ടില്ലേ? പ്രായമൊക്കെ ആയില്ലേ? ഇല്ല, ഒട്ടും കുറവില്ല. ഏറ്റവും ഗ്ലാമറുള്ള മനുഷ്യൻ ഉപ്പയാണ്. ആണ്, അതിനൊരു വ്യത്യാസവും ഇല്ല. ഇപ്പോഴും ഉപ്പയുടെ ഫാൻ എന്ന് പറയുന്നത് മോള് തന്നെ ഏറ്റവും വലിയ ഫാൻ. അത് ഭയങ്കര സംഭവമാണ് കേട്ടോ. ഞാൻ പ്രായമായി എന്ന് പറഞ്ഞാൽ സങ്കടമാണ് മൂപ്പര്. പ്രായമായി സത്യത്തിൽ. നമ്മൾ 3 വർഷം കഴിഞ്ഞിട്ട് കാണുമ്പോഴത്തേക്ക് അപ്പൊ 3 വർഷം കൂടിയില്ലേ? ഇല്ല, കൂടിയിട്ടില്ല. ഉപ്പയ്ക്ക് കൂടിയിട്ടില്ല. എനിക്ക് കൂടിയോ? ശരിക്കും പറയും, എനിക്ക് കൂടിയോ? എന്റെ താടി നരക്കുന്നൊന്നും ഇഷ്ടമില്ല. ഇടയിലൊക്കെ ഇങ്ങനെ നരച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെ മൂപ്പരാൾക്ക് ടെൻഷനാ. അപ്പൊ വന്ന് പറയുമല്ലേ ഇപ്പൊ താടി ഇവിടെ നരച്ചില്ല, അത് കണ്ടുപിടിക്കുക കഴിയും. ഒന്ന് കട്ട് ചെയ്യാൻ പറയാം, അല്ലെങ്കിൽ ഒന്ന് കറുപ്പിക്കാൻ. അത്രയും ഭയങ്കര ഉപ്പയുടെ ഏറ്റവും വലിയ ബൂസ്റ്റർ എന്ന് പറയുന്നത് ചുമ്മാ മോട്ടിവേഷൻ കൊടുക്കണയാണല്ലേ? അല്ലല്ല, ശരിക്കുള്ള അർത്ഥത്തിൽ തന്നെ പറയാണല്ലേ? അത് ഞാനിപ്പോ ഒരു ദിവസം പോയി കഴിഞ്ഞാൽ പിന്നെ ഇപ്പൊ ഞാൻ കാലിക്കറ്റിലേക്ക് പോവാണെങ്കിൽ ഇവിടുന്ന് ഇറങ്ങിയ ഒരു സമയം മൂപ്പരാൾ ഒരു നിർണയം ഉണ്ടാവുമല്ലോ, അവിടത്തെ എത്ര സമയം, അതിൻ്റെ ഉള്ളിൽ വിളിക്കുന്നത്, തിരിച്ചെത്തേണ്ട സമയത്ത് വിളിക്കുന്നത്, പുറത്തു പോയാൽ എനിക്ക് എന്ത് കഴിക്കാൻ എന്ത് വേണം, അല്ലെങ്കിൽ ഏത് ഡ്രസ് അയൺ ചെയ്ത് വെക്കും, ഇതൊക്കെ മൂപ്പരാളാണ് അന്വേഷിക്കണമൊക്കെ. അതും എന്നെ പലപ്പോഴും അത്ഭുതപ്പെടുത്തുന്നത് ആ കറക്റ്റ് ആ സമയത്തുള്ള ഒരു കോൾ. ഞാൻ ആഗ്രഹിക്കുന്ന സമയത്ത് അവളുടെ വരവുണ്ടാവും. ഞാൻ ആഗ്രഹിക്കുന്ന സമയത്ത് തന്നെ നിന്റെ മോള് വിളിച്ചില്ലല്ലോ എന്ന് പറയുമ്പോൾ കാണാം അപ്പൊ വിളിക്കും. അതൊക്കെ ഒരു വല്ലാത്ത അത്ഭുത സത്യത്തില്. അതൊരു മിസ്സിങ് രണ്ടുപേർക്കും ഫീൽ ചെയ്യുന്ന അത് അത്രയും സ്നേഹമുള്ളവരുടെ ഒരു ഇതാണ്. ഒരു ഇടവേള കഴിയുമ്പോൾ നമ്മൾ പെട്ടെന്ന് നമുക്ക് ഇപ്പോഴും ഞാന് ഇപ്പൊ പുറത്ത് പ്രോഗ്രാമിന് പോകുമ്പോ അറിയും അത് ആ ഇറങ്ങുന്ന സമയം എന്തായാലും വല്ലാത്തൊരവസ്ഥയാണ് മൂപ്പരാള്. അതിപ്പോ 2 ദിവസത്തിനാണെന്ന് പറഞ്ഞാലും മൂപ്പരാൾക്ക് ഭയങ്കര. പിന്നെ ആ 2 ദിവസം ഒരു 4 ദിവസത്തേക്ക് മാറുമ്പത്തിന് ഇവിടെ പനി, അതിലും മാറ്റില്ല. ഇപ്പോഴും ഉണ്ട് പനി. അപ്പോഴേ വാപ്പയെ വിളിച്ചിട്ട് എന്താ ദേഷ്യപ്പെടുവോ? ദേഷ്യമൊന്നും പെടില്ല അല്ലേ? ഞാൻ അങ്ങോട്ടും ദേഷ്യപ്പെട്ടിട്ടില്ല ഇതുവരെ. ഞാൻ നീ ഭക്ഷണം കഴിക്കില്ല എന്നൊക്കെ ചോദിക്കൂല. അപ്പൊ മുഖം മാറും. അപ്പൊ സങ്കടം, കരഞ്ഞാൽ പിന്നെ എനിക്ക് സങ്കടം. അപ്പൊ ഞാൻ മോളോട് മാത്രം എന്താ വരെ ദേഷ്യപ്പെട്ടിട്ട് ഞാൻ ഭക്ഷണം കഴിച്ചില്ലേ എന്ന് എന്റെ ഒരു ശൈലി മാറിയ പോലും മൂപ്പരാൾക്ക് സങ്കടം. ഏറ്റവും വലിയ സംഭവം എന്താ വെച്ചാൽ, ഞാനിപ്പോ ഒരു 2 ആഴ്ച മുന്നേ എന്നെ ഒരു സ്റ്റേജിൽ നിന്ന് എനിക്ക് ഷോക്ക് അടിച്ചു പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത്. അപ്പോൾ ഞാൻ പാടി മൈക്ക വലിച്ചെറിയാൻ നോക്കിയിട്ട് നടന്നില്ല. പെട്ടെന്ന് പിന്നെ ഇങ്ങനെ കയറി തലച്ചോറിലൊരു പൂത്തിരെത്തുന്ന പോലെ ആയിരുന്നു. എന്നിട്ട് ബോധം പോയി. പിന്നെ അവര്
CPR ഒക്കെ തന്നെ എന്നെ ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോയി. എന്നിട്ട് ഞാൻ അവിടുന്ന് പ്രോഗ്രാം സ്ഥലത്ത് നിന്ന് തിരിക്കുന്ന സമയത്ത് ഞാൻ ഏകദേശം പ്രോഗ്രാം കഴിയേണ്ട സമയം ഒരാൾ കണക്കാക്കി എന്നെ വിളിക്കാം. അപ്പോൾ വിളിച്ച സമയത്ത് ഞാൻ പറഞ്ഞു ഇങ്ങനെ മോള് കിടന്നു, അപ്പോൾ ഇപ്പം എത്തുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കുറച്ച് എത്തുമ്പോൾ മോൾ ഇറങ്ങിക്കോ വന്നിട്ട് വിളിച്ചോളാന്ന് പറഞ്ഞു. അപ്പോൾ ഫോൺ കട്ട് ചെയ്തിട്ട് ഇവള് വൈഫിനോട് പറഞ്ഞു ഉപ്പാക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്, ഉപ്പാടെ സംസാരത്തിലൊക്കെ ഭയങ്കര മാറ്റമുണ്ട്. അങ്ങനെയാണ് വൈഫ് എന്നെ വിളിക്കുന്നത്.